നമുക്ക് ഒന്നാം അധ്യായത്തിലെ 7-ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. സമ്പത്തിനെക്കുറിച്ചും അത് സൂക്ഷിച്ചു വെക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും പലർക്കും തെറ്റായ ധാരണകളുണ്ട്. അത് തിരുത്തുന്ന ഒന്നാണ് ഈ ശ്ലോകം. ഒന്നാം അധ്യായം ശ്ലോകം 7. സംസ്കൃത ശ്ലോകം. ആപദർത്ഥം ധനം രക്ഷേത് ശ്രീമതാം കുത ആപദഃ കദാചിച്ചലിതാ ലക്ഷ്മീഃ സഞ്ചിതോപി വിനശ്യതി. പദാനുപദ അർത്ഥം. ആപദ് അർത്ഥം ആപത്തുകാലത്തിനായി, ധനം രക്ഷേത് ധനം കാത്തു സൂക്ഷിക്കണം, ശ്രീമതാം സമ്പന്നർക്ക് ഐശ്വര്യമുള്ളവർക്ക്, കുതഃ ആപദഃ എവിടെയാണ് ആപത്ത്, അതായത് പണമുള്ളവർക്ക് എന്താപത്ത് വരാനാണ് എന്ന് ചിലർ ചോദിക്കുന്നു. കദാചിത് ഏതെങ്കിലും സമയത്ത്, ചലിതാ ലക്ഷ്മീഹി ലക്ഷ്മി അതായത് സമ്പത്ത് ചഞ്ചലയായാൽ മാറിപ്പോയാൽ, സഞ്ചിതഃ അഭി ശേഖരിച്ചു വെച്ചതാണെങ്കിൽ പോലും, വിനശ്യതി നശിച്ചു പോകുന്നു. ഗഹനമായ അർത്ഥതലങ്ങൾ. 1. ഭൗതിക അർത്ഥം. പല സമ്പന്നരും വിചാരിക്കാറുണ്ട്, എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ പണമുണ്ടല്ലോ, എനിക്ക് എന്താപത്ത് വരാനാണ് എന്ന്. എന്നാൽ ചാണക്യൻ പറയുന്നു, സമ്പത്തിൻ്റെ ദേവിയായ ലക്ഷ്മി ചഞ്ചലയാണ്, അതായത് ഒരിടത്ത് സ്ഥിരമായി നിൽക്കില്ല. വിധി അനുകൂലമല്ലാത്ത സമയം വന്നാൽ എത്ര കഷ്ടപ്പെട്ട് സമ്പാദിച്ചു കൂട്ടിയ ധനമാണെങ്കിലും അത് കണ്ണിമയ്ക്കുന്ന നേരം കൊണ്ടില്ലാതാകും. അതിനാൽ സമ്പന്നനാണെന്ന അഹങ്കാരം വെടിഞ്ഞ് ആപത്തുകാലം മുൻകൂട്ടി കണ്ട് വിവേകത്തോടെ ധനം കൈകാര്യം ചെയ്യണം. 2. ആത്മീയ അർത്ഥം. ഈ ലോകത്തിലെ സകല ഭൗതിക സമ്പത്തും നശ്വരമാണെന്ന വലിയ സത്യമാണ് ഇതിലുള്ളത്. ലക്ഷ്മി ചലിക്കുന്നു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലൗകിക സുഖങ്ങളുടെ താൽക്കാലിക സ്വഭാവമാണ്. ഇന്നുള്ളത് നാളെ ഉണ്ടാവില്ല. അതിനാൽ നശ്വരമായ ധനത്തിൽ അമിതമായി വിശ്വസിക്കാതെ നശിക്കാത്ത പുണ്യവും ജ്ഞാനവും സമ്പാദിക്കുന്നതിലാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് ഈ ശ്ലോകം പരോക്ഷമായി സൂചിപ്പിക്കുന്നു. നമുക്ക് ലഭിക്കുന്ന ഉപദേശം. സമ്പത്തുണ്ടെന്ന് കരുതി ഒരിക്കലും അഹങ്കരിക്കരുത്. സാമ്പത്തിക ഭദ്രത അഥവാ ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി പ്രധാനമാണ്. പക്ഷേ വിധിവൈപരീത്യം വന്നാൽ സമ്പാദ്യം പോലും തുണയ്ക്കില്ല എന്ന ബോധ്യം എപ്പോഴും വേണം. മിതവ്യയവും കരുതലും ജീവിതത്തിൻ്റെ ഭാഗമാക്കണം. ഗുണപാഠകഥ. ധനികൻ്റെ അഹങ്കാരം. ഒരിക്കലൊരു വലിയ ധനികൻ തൻ്റെ സ്വർണശേഖരം കണ്ട് അഹങ്കരിച്ചു. അയാൾ വിചാരിച്ചു, ഈ സ്വർണമുള്ളിടത്തോളം കാലം എനിക്ക് ഒരു കുറവും വരില്ല. അയാൾ ദാനധർമ്മങ്ങൾ നിർത്തി മറ്റുള്ളവരെ പരിഹസിക്കാൻ തുടങ്ങി. പെട്ടെന്ന് ആ രാജ്യത്ത് വലിയൊരു വരൾച്ചയും യുദ്ധവും ഉണ്ടായി. വിനിമയ വ്യവസ്ഥകൾ തകിടം മറിഞ്ഞു. കയ്യിൽ സ്വർണമുണ്ടായിട്ടും ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും അത് കൊടുക്കാൻ ആരും തയ്യാറായില്ല. സ്വർണം തിന്നാൻ കഴിയില്ലല്ലോ. തൻ്റെ വലിയ സമ്പാദ്യം നോക്കി നിൽക്കെ അയാൾക്ക് ദാരിദ്ര്യം അനുഭവിക്കേണ്ടി വന്നു. ഗുണപാഠം. സമ്പത്ത് എപ്പോൾ വേണമെങ്കിലും നമ്മെ വിട്ടുപോകാം. അതുകൊണ്ട് പണത്തിലല്ല, മറിച്ച് അതുപയോഗിച്ച് ചെയ്യുന്ന നല്ല കാര്യങ്ങളിലും വിവേകപൂർണമായ കരുതലിനും മുൻഗണന നൽകണം.